ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ് ഓർ ആൻറ്റി ഡയബറ്റിക് ഏജൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇതിൻ്റെ മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദൂസ് ആർ ഏജൻറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ലോവർ ദ ബ്ലഡ് ഷുഗർ ലെവൽ, ഹെൻസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്. Diabetes mellitus is the disease caused by deficient secretion of insulin from islets of Langerhans in pancreas. Disturbance of carbohydrate, protein and fat metabolism occurs. Next point. In this disease, carbohydrate is not properly metabolized and glucose is accumulated in blood. അതിന് നമ്മൾ ഹൈപ്പർഗ്ലൈസിമിയ എന്ന് പറയുന്നു. Glucose also appear in urine. അതിന് നമ്മൾ എന്ത് പറയുന്നു? ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയുന്നു. ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ഇൻ യൂറിൻ, അതിന് നമ്മൾ കീറ്റോനൂറിയ എന്ന് പറയുന്നു. അതർ സിംറ്റംസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് ഈസ് പോളിഡിപ്സിയ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്. അതർ സിംറ്റംസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് ഈസ് പോളിഡിപ്സിയ, പോളിയൂറിയ ആൻഡ് കീറ്റോനീമിയ. പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂറിൻ, കീറ്റോനീമിയ എന്ന് പറഞ്ഞാൽ കീറ്റോൺ ബോഡീസ് ഇൻ ബ്ലഡ്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ വൺ ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. സെക്കൻഡ് മെയിൻ വൺ ആണ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻറ്റ്സ്. ഫസ്റ്റ് ആണ് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. സെക്കൻഡ് ആണ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻറ്റ്സ്. ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻറ്റ്സിൽ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ എ, സൾഫോണിൽ യൂറിയാസ്. അതിന് എക്സാമ്പിൾ ആണ് ടോൾബൂട്ടാമൈഡ്, ഗ്ലിബൻഗ്ലാമൈഡ്, ക്ലോർപ്രോപ്പമൈഡ്. ഈ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസിലെ സെക്കൻഡ് വൺ ബി, ബൈഗ്വാന ഡെറിവേറ്റീവ്സ്. അതാണ് നമ്മൾ നോർമലി കാണുന്ന മെറ്റ്ഫോമിൻ, ഫെൻഫോമിനൊക്കെ. തേർഡ് വൺ ആണ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസിലെ തേർഡ് വൺ ആണ് മെഗ്ലിറ്റിനൈഡ് അനലോഗ്സ്. എക്സാമ്പിൾ ആണ് റാപ്പാഗ്ലിനൈഡ്, നാറ്റഗ്ലിനൈഡ്. ഫോർത്ത് വൺ ആണ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസിലെ ഫോർത്ത് വൺ ആണ് തയാസോളിൻ ഡയോൺസ്. എക്സാമ്പിൾ ആണ് റോസിഗ്ലിറ്റസോൺ ആൻഡ് പയോഗ്ലിറ്റസോൺ. അതിലെ ഫിഫ്ത്ത് വണ്ണാണ് ആൽഫ ഗ്ലൈക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്. എക്സാമ്പിൾ ആണ് അക്കാബോസ് ആൻഡ് മിഗ്ലിറ്റോൾ. അതിൻ്റെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഇൻസുലിൻ ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസ് ആണ് ആൻറ്റി ഡയബറ്റിക് ഏജൻസിലെ മെയിൻ രണ്ടായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നമുക്ക് ഇൻസുലിനെ പറ്റി പഠിക്കാം. ഇൻസുലിൻ ഈസ് എ പ്രോട്ടീൻ ഹോർമോൺ ഹാവിങ് എ മോളിക്കുലർ വെയ്റ്റ് ഓഫ് 5734 Dalton. Next point. Human insulin is a polypeptide made up of 51 amino acids. It contains two chains, chain A and B. Third point. Chain A containing 21 amino acids and chain B contains 30 amino acids joined by disulfide bridges. ഇൻസുലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇൻസുലിൻ ഈസ് കൊമേഴ്ഷ്യലി ഒബ്റ്റൈൻഡ് ഫ്രം ബീഫ് ആൻഡ് പോർക്ക് pancreas. Next point. It occurs as amorphous or crystalline powder containing 0.4% of zinc, readily soluble in dilute acids and alkali, practically insoluble in the pH of 4.5 to 7. Storage of insulin. Insulin is inactivated when hydroxyl carboxylic imidazole and amide group are blocked by chemical reactions such as acetylation, esterification, or the other disulfide bridges are broken by reduction and oxidation, etc. Next point. It should be kept in tightly closed light resistant container below -20 degrees Celsius until it is released by the manufacturer. After it should be stored in at 2 to 8 degrees Celsius and converted into insulin preparation within the short period of time. Physiological function or action of insulin. First point. Insulin has profound effect on the regulation of carbohydrate, fat and protein metabolism of the body. Effect on carbohydrate metabolism. Insulin helps sugar to cross the cell membrane and enter into the cell. Once enter inside the cell, glucose is utilized or raw material for the generation of energy required to carry out normal cellular activity. Next point. Insulin also promotes the conversion of glucose to glycogen. അതിനാണ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നത്, which is the broken down during increased energy requirements.
നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റ് ഓൺ ദ പ്രോട്ടീൻ മെറ്റബോളിസം. പ്രോട്ടീൻ മെറ്റബോളിസം ആണ് നെക്സ്റ്റ്. ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആക്ഷൻ. ഫസ്റ്റ് വൺ എഫക്റ്റ് ഓൺ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, സെക്കൻഡ് വൺ ആണ് എഫക്റ്റ് ഓൺ പ്രോട്ടീൻ മെറ്റബോളിസം. ഇൻസുലിൻ എൻഹാൻസ് ദ cellular uptake of amino acids and promote the synthesis of protein from amino acids in the absence of insulin. Protein synthesis is depressed and protein breakdown to amino acids resulting in loss of weight. Next, effect on fat metabolism. In addition to being stored as glycogen, excess glucose is held in reserved in the adipose tissue in the form of triglycerides. Next point. Insulin inhibits the enzyme lipase responsible for this breakdown of triglycerides to fatty acids. Next point. Lack of insulin favors the conversion of free fatty acids, leading to the formation of ketone bodies and hence disturb the blood pH. Next point. It is the principal causes of death in diabetes. നെക്സ്റ്റ് ഇൻസുലിൻ പ്രിപ്പറേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. വേരിയസ് ഇൻസുലിൻ പ്രിപ്പറേഷൻസ് ആർ പ്രിഫർ വിത്ത് റെസ്പെക്ട് to their onset time of peak activity and duration of action. First name, composition and duration in hours ആണ്. ഫസ്റ്റ് ആണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. അതിൻ്റെ ബ്രാക്കറ്റിൽ സെമിയിലുണ്ട്. എക്സാമ്പിൾസ് ആണ് ഇൻസുലിൻ്റെ കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക്. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇൻ അവേഴ്സ് 4 to 6 hours. നെക്സ്റ്റ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ നെക്സ്റ്റ് വൺ ബി ആണ് പ്രോംപ്റ്റ് ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ. എക്സാമ്പിൾ അതിൻ്റെ കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക് ക്ലോറൈഡ് ആൻഡ് ബഫർ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇൻ അവേഴ്സ് ആണ് 12 to 16 hours. നെക്സ്റ്റ് ആണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ലെൻഡ്. അതിന് എക്സാമ്പിൾ ആണ് ഐസോഫെൻ ഇൻസുലിൻ സസ്പെൻഷൻ. അതിൻ്റെ കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക് ക്ലോറൈഡ് പ്രോട്ടമിൻ ആൻഡ് ബഫർ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് 18 to 24 hours. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്ങിനകത്തുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് എന്തെന്ന് ഗ്ലോബുലിൻ സിങ്ക് ഇൻസുലിൻ. അതിൻ്റെ കോമ്പോസിഷൻ ആണ് സിങ്ക് ക്ലോറൈഡ്, ഇൻസുലിൻ ആൻഡ് ഗ്ലോബുലിൻ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് 12 to 18 hours. നെക്സ്റ്റ് ആണ് ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക് ക്ലോറൈഡ് ആൻഡ് ബഫർ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് 18 to 24 hours. ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻ അതാണ് അൾട്രാ ലെൻഡെ. ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻ നമ്മൾ അൾട്രാ ലെൻഡെ എന്ന് പറയാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് നമ്മൾ ലെൻഡെ എന്നാണ് പറയുന്നത്. ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻസുള്ള എക്സാമ്പിൾ ആണ് പ്രോട്ടമിൻ സിങ്ക് ഇൻസുലിൻ. അതിൻ്റെ കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക് ആൻഡ് പ്രോട്ടമിൻ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് 24 to 36 hours. ലോങ് ആക്ടിങ് പ്രിപ്പറേഷനകത്ത് നെക്സ്റ്റ് വൺ ആണ് എക്സ്റ്റെൻഡഡ് ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ. അതിൻ്റെ കോമ്പോസിഷൻ ആണ് ഇൻസുലിൻ സിങ്ക് ക്ലോറൈഡ് ആൻഡ് ബഫർ. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇൻ ഹവേഴ്സ് ആണ് 30 to 36 hours. Semi-lente as amorphous suspension is rapidly acting. Lente 30% amorphous and 70% crystalline suspension is intermediate acting. Ultra-lente എന്ന് പറഞ്ഞാൽ crystalline suspension is long acting. The complex insulin with protein. Example ആണ് protamine and globulin prolonged duration of action. The rapid acting insulin preparations are used in emergency situation. The intermediate acting preparations are administered to decrease the high sugar level during the day when food is taken. The long acting preparations are used in mild one of diabetes. The insulin preparations are used with the precaution as overdose may cause severe hypoglycemia. Uses to prevent of diabetes mellitus. Hypoglycemic agents in the pattern. Those are compounds reduce the blood sugar level when taken by oral route. Next point, in this regard they have an advantages over the insulin which is ineffective orally. അതിൽ ഫസ്റ്റ് വൺ ആണ് സൾഫോണുരിയ. എക്സാമ്പിൾ ആണ് ക്ലോർപ്രപ്രമൈഡ്, ഗ്ലിബൻഗ്ലാമൈഡ് ആൻഡ് ടോൾ ബ്യൂട്ടാമൈഡ്. മെക്കാനിസം ഓഫ് ആക്ഷൻ.
Mechanism of action എന്ന് പറഞ്ഞാൽ TUSA drug stimulates the beta cells of pancreas to release insulin to exert hypoglycemic action. നെക്സ്റ്റ് അതിനകത്തൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന് ക്ലോർപ്രോപ്പമൈഡ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്: വൈറ്റ് ഓർഡർലെസ് ക്രിസ്റ്റലൈൻ പൗഡർ, ഇൻസോൾബിൾ ഇൻ വാട്ടർ, ഫ്രീലി സോൾബിൾ ഇൻ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. നെക്സ്റ്റ് പോയിന്റ് സോൾബിൾ ഇൻ എഥനോൾ, സ്ലൈലി സോൾബിൾ ഇൻ ഈതർ. ഇതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാവ്. സ്ട്രക്ചറിൻ്റെ നെയിമിങ്: പി ക്ലോറോഫീനൈൽ സൾഫോണിൽ 3 പ്രൊപ്പൈൽ യൂറിയ, അല്ലെങ്കിൽ ഓർ പി ക്ലോറോഫീനൈൽ 3 പ്രൊപ്പൈൽ സൾഫോണിൽ യൂറിയ. ബേസിക് ഗ്രൂപ്പ് പ്രസൻറ്റ് സൾഫോണിൽ യൂറിയ. അതിൻ്റെ സ്ട്രക്ചറാണ് നേരത്തെ പറഞ്ഞ SO2 NH C ഡബിൾ ബോണ്ട് NH2. ക്ലോർപ്രോപ്പമൈഡിൻ്റെ യൂസസ്: ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻറ്റ്. സെക്കൻഡ് യൂസ്, ആക്ട് ബൈ inducing releasing of insulin from pancreas. Third use, long acting prolonged use can causes hypoglycemia. Fourth use, used for the treatment of NIDDM, അതായത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. നെക്സ്റ്റ് ഡ്രഗ് ആണ് ടോൾബൂട്ടാമൈഡ്. പ്രോപ്പർട്ടീസ്: വൈറ്റ് ഓർഡർലെസ് ക്രിസ്റ്റലൈൻ പൗഡർ, പ്രാക്ടിക്കലി ഇൻസോൾബിൾ ഇൻ വാട്ടർ, soluble in ethanol, acetone and chloroform. Next point, slightly soluble in either. Tolbutamide in the storage, it should be kept in well closed container. Tolbutamide and the uses: oral hypoglycemia. Second use, short acting. Third use, treatment of non-insulin dependent diabetes mellitus. Fourth use, used intravenously for the diagnosis of mild diabetes mellitus and the functioning of pancreatic isolates of adenomas. Third drug ആണ് glibenclamide and the properties: white odorless crystalline powder, practically insoluble in water and ether. Next point ആണ് soluble in alcohol, chloroform and ethanol. Next, glibenclamide and the uses: first use, oral hypoglycemic agent. Second use, act by inducing release of insulin from pancreas. Third use, long acting prolonged use can causes hypoglycemia. Fourth use, used in the treatment of non-insulin dependent diabetes mellitus. നെക്സ്റ്റ് കാറ്റഗറിയിലുള്ള ഡ്രഗാണ് ബൈഗ്വാന ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച സൾഫോണിൽ യൂറിയ. എക്സാമ്പിളാണ് ക്ലോർപ്രോപ്പമൈഡ്, ടോൾബ്യൂട്ടാമൈഡ്, ഗ്ലിബൻഗ്ലാമൈഡ്. നെക്സ്റ്റ് ഡ്രഗാണ് ബൈഗ്വാന ഡെറിവേറ്റീവ്സ്. അതാണ് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മെറ്റ്ഫോമിൻ, ഫെൻഫോമിനൊക്കെ. കെമിക്കലി കണ്ടെയ്ൻസ് NH2C ഡബിൾ ബോണ്ട് NH, NHC ഡബിൾ ബോണ്ട് NH, NH2. അതാണ് അതിൻ്റെ കെമിക്കലി ബൈഗ്വാന ഡെറിവേറ്റീവ്സിലുള്ള ബൈഗ്വാനൈഡിൻ്റെ സ്ട്രക്ചർ. ഫെൻഫോമിൻ ഓരോ ഡ്രഗ് വെച്ച് പഠിക്കുകയാണ്. ഫെൻഫോമിൻ അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തേക്കാം. ബേസിക് ഗ്രൂപ്പ് പ്രസൻറ്റ് എന്നാൽ ബൈഗ്വാനൈഡാണ്. NH2C ഡബിൾ ബോണ്ട് NH, പിന്നെ NHC ഡബിൾ ബോണ്ട് NH, NH2. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 1-phenethyl ബൈഗ്വാനൈഡ്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ നെയിമിങ്. അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫെൻഫോമിൻ: വൈറ്റ് ഓർ ഓൾമോസ്റ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ. നെക്സ്റ്റ്, ഓർഡർലെസ്, ഫ്രീലി soluble in water. Next point, soluble in ethanol. Next point, practically insoluble in chloroform and ether. Fenformin in the storage, should be kept in well closed container. Fenformin the uses: first one, oral hypoglycemic. Second use, used on maturity onset diabetes mellitus, especially in patients who have no other complication and disease cannot be controlled by diet alone. നെക്സ്റ്റ് ഡ്രഗാണ് മെറ്റ്ഫോമിൻ. ഇത് എല്ലാവർക്കും കോമൺലി അറിയാവുന്ന ഡ്രഗാണ് മെറ്റ്ഫോമിൻ. The properties of metformin: white odorless hygroscopic crystalline powder. Next point, soluble in water and alcohol. Next point, practically insoluble in chloroform and ether. Metformin in the storage, since it is hygroscopic, stored in tightly closed container. Metformin the uses: oral hypoglycemic. Second use, used in non-insulin dependent diabetes mellitus. ഇത്രയുമാണ് ആൻറ്റി ഡയബറ്റിക് ഏജൻസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ മലയാളത്തിലും കൂടെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.